കൃപ കൃപയൊന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും കൃപയും ആശ്രയമാ. ഇരുൾ പാതയിൽ അനുദിന മൊഴി നൽകും കൃപയും ആശ്രയമാ. കൃപ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൽ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപയും ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയും വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാണോ എന്നൊരു ചോദ്യമാണ്, എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്രഭുക്കളെ, ക്രിസ്തുവിലായിത്തീർന്ന ഒരു വ്യക്തി
തൻ്റെ ജീവിതത്തിൽ എന്നും സംരക്ഷിതനാണ്, സുരക്ഷിതനാണ് എന്ന ദൈവവചനം ഉറപ്പു തരുന്നു. ഒരു ദൈവ പൈതൽ എന്നുള്ള പദവിയിൽ നമ്മുടെ സുരക്ഷിതത്വം യേശുക്രിസ്തുവിൽ മാത്രമാണ് ഇരിക്കുന്നത്. നാം ആ സുരക്ഷിതത്വം അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടോ ക്രിസ്തുവിന് വിധേയപ്പെട്ടതുകൊണ്ടോ ക്രിസ്തുവുമായി ബന്ധപ്പെടുകയോ ചെയ്തതുകൊണ്ടോ ആയില്ല, മറിച്ച് നാം അവനിലായിത്തീരണം. യഥാർത്ഥ പുതിയ നിയമവിശ്വാസിയുടെ സ്ഥാനം എവിടെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ എന്നതാണ്. നാം അവനിലും അവൻ നമ്മിലുമായി തീരുക എന്നത് വളരെയേറെ ഭാഗ്യകരമായ വിലയേറിയ അവസ്ഥയാണ്. അവനിലായിത്തീരുക എന്നത് അവനാൽ വലയം ചെയ്യപ്പെടുക എന്നും അർത്ഥമാക്കണം. അവനാൽ ചുറ്റപ്പെടുക എന്നും നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ വിശുദ്ധിയാലും നിർമ്മലതയാലും നീതിയാലും നാം ചുറ്റപ്പെടുന്നു അഥവാ മറയ്ക്കപ്പെടുന്നു. ഇതൊരു പുതിയ നിയമവിശുദ്ധന്റെ ക്രിസ്തുവേശുവിലുള്ള സ്ഥാനമാണ്. ഇതനുഭവിക്കുന്നവൻ സുരക്ഷിതനാണ്. പ്രിയരെ, ക്രിസ്തുവിലിരിക്കുന്നവൻ സംരക്ഷിക്കപ്പെടുന്നവനാണ്. അവൻ ക്രിസ്തുവിനാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നാം അവനിലായിരിക്കുമ്പോൾ നമ്മെ അല്ല കാണപ്പെടുന്നത്, ദൈവം മുൻപാകെയും ശത്രുവിൻ്റെ കാഴ്ചയിലും നമ്മെ വലയം ചെയ്തിരിക്കുന്ന കർത്താവിനെയാണ് കാണപ്പെടുന്നത്. അതാണ് കൊലോസ്യയിലെ ദൈവമക്കളോട് പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവാത്മാവ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതം, അവന്റെ ജീവൻ എത്ര ഭദ്രമായിരിക്കും. അത് ആസ്വദിച്ച് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ശത്രുവിന്റെ ദൃഷ്ടിയിൽ അവൻ മറയപ്പെട്ടിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഒന്നിനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ പ്രയാസമാണ് എന്ന് നമുക്കറിയാമല്ലോ. പെട്ടെന്നുള്ള കാഴ്ചയ്ക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തണമെങ്കിൽ ആദ്യം കാണപ്പെടുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ കണ്ടെത്താതെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരെ കാണപ്പെടുവാൻ കഴിയില്ല. അതുകൊണ്ട് ശത്രുവായ സാത്താൻ മറഞ്ഞിരിക്കുന്ന ദൈവപൈതലിനെ തിരഞ്ഞു വരുമ്പോൾ കർത്താവിനെയാണ് കാണുന്നത്. നാം ക്രിസ്തുവിനൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവരെങ്കിൽ നമുക്കെതിരെ വരുന്ന ഏത് ശത്രുതന്ത്രവും ഏതുവിധ വെല്ലുവിളികളും ഉപദ്രവങ്ങളും പ്രിയരെ നമുക്ക് നേരെയല്ല, കർത്താവിനെതിരെയാണ് വരുന്നത്. ക്രിസ്തുവിലായിത്തീരുന്നവർ ദൈവത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ജീവനെതിരെ വരുന്ന ഏത് കെണിയും തകർക്കപ്പെടുക തന്നെ ചെയ്യും. മറഞ്ഞിരിക്കുന്നവർ ലജ്ജിതരാക്കപ്പെടില്ല എന്നത് എത്ര ഭാഗ്യകരമായ അവസ്ഥയാണെന്നറിയുക. കർത്താവ് ഭക്തർക്കെന്നും സംരക്ഷണത്തിന്റെ കോട്ടയാണ്. കർത്താവ് നമുക്ക് കോട്ടയും സങ്കേതവും പരിചയവുമാണ്. അവൻ എൻ്റെ പാറയാകയാൽ ഞാൻ അവനിൽ ഉറച്ചു നിൽക്കും. അവൻ എൻ്റെ കോട്ടയായതാൽ ഞാൻ അവനിൽ മറഞ്ഞിരിക്കും. അവൻ എൻ്റെ സങ്കേതമാകയാൽ അവനിൽ തന്നെ ഞാൻ ആശ്രയിക്കും. അവൻ എൻ്റെ പരിചയാകയാൽ ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല എന്ന് പാടുവാൻ ഭാഗ്യം ലഭിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കൂടപ്പിറപ്പുകളെ, നമുക്കെല്ലാ പ്രഭാതങ്ങളിലും എല്ലാ രാത്രി യാമങ്ങളിലും ഈ പാട്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന, കർത്താവിൻ്റെ മഹത്വം ഉയർത്തപ്പെടുന്ന ഈ പാട്ട് പാടുവാൻ ഇടയായിത്തീരണം. ആ പാട്ട് പാടുവാൻ, ആ ചിന്തയിൽ തന്നെ ജീവിതം നയിക്കുവാൻ ഭാഗ്യപദവി സൂക്ഷിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ നിയമവിശ്വാസി ശക്തമായ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നല്ലേ
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ശാപശക്തിയോ രോഗശക്തിയോ മാരക വൈറസുകളുടെ ആക്രമണങ്ങളോ ഒന്നും അവർക്ക് സുരക്ഷിതത്വം കൽപ്പിച്ചിരിക്കുന്നതിനാൽ ഇവയ്ക്കൊന്നും അവരെ അവകാശമാക്കിയെടുക്കുവാൻ കഴിയില്ല, അവരെ തകർത്തു കളയാൻ കഴിയില്ല. ആകയാൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക ദൈവമക്കളെ, ശാപശക്തികള് രോഗശക്തികള് മാരക രോഗാണുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് സുരക്ഷിതത്വം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവകാശമാക്കിയെടുക്കുവാൻ പോരാടണം. യേശുക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമായ സ്ഥിരത, സുരക്ഷിതത്വം, കാവൽ, നടത്തിപ്പ് എന്നിവയുണ്ട്. ക്രിസ്തുവേശുവിൽ നാം മറയ്ക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും നാം വളരെ വളരെ അകലെയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തോത്രം ചെയ്യുക. നാം ഈ രക്ഷാ കവചത്തിൽ ആയിരിക്കുന്നത് സ്വർഗത്തിൽ ആയിരിക്കുന്നതിൻ്റെ നിഴലാണ്. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, നാം ക്രിസ്തുവിൽ മറയ്ക്കപ്പെടുമ്പോൾ ശത്രുവാകുന്ന സാത്താന് നമ്മെ തൊടണമെങ്കിൽ ആദ്യം നമ്മുടെ കർത്താവിനെ തൊടാൻ കഴിയണം. നാം പലപ്പോഴും ഈ സത്യം മറന്നു പോകാറാണ് പതിവ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നാം മറന്നു പോകാത്തവരായി, ഈ തിരിച്ചറിവുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെ ജീവിക്കുവാൻ ഇന്ന് പകലിലും പരിശ്രമിക്കുക. സാത്താൻ അതറിയാം. നാം സംരക്ഷിക്കപ്പെടുന്നവരാണെന്നും നാം ജയാളികളാണെന്നും അവനറിയാം. അതുകൊണ്ട് ശത്രുവിൻ്റെ ഭീഷണിയിൽ ഭയപ്പെട്ടു പോകാതെ നമ്മുടെ അവകാശം തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുത്ത് അത് നിലനിർത്തുവാൻ നാം പോരാടി തന്നെ പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എൻ്റെ അവകാശമാണ് തിരിച്ചറിഞ്ഞത് ഏറ്റെടുത്ത് അനുഭവിക്കുന്നവരായി തീരുക. നമ്മിലുള്ള അജ്ഞതകൾ ശാസിച്ച് കളയുവാൻ താല്പര്യപ്പെടുക. ഒരു ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകും. ഇങ്ങനെ ഒരു ജീവിതം ഇന്ന് പകലിൽ നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധനായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി, ക്രിസ്തുവിലായി തീർന്നവരായി, ക്രിസ്തുവിൽ നടത്തപ്പെടുന്നവരായി, നയിക്കപ്പെടുന്നവരായി, ജീവിക്കുന്നവരായി, ജയജീവിതം നയിക്കുന്നവരായി, ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ കഴിയുന്നവരായി ജീവിപ്പാൻ ഇന്ന് പകലിലും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ ഏറിയ അളവിൽ പകർന്നു കൊടുക്കണമേ. ആരും തകർക്കപ്പെടാൻ ഇടയാകാതെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി അത് വിശ്വസിച്ച് പ്രഖ്യാപിച്ച് അത് ഏറ്റെടുത്ത് അനുഭവിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും ഇന്ന് പകൽ കൃപ പകരണമേ. തുടർന്നുള്ള നാളുകളിൽ അതിനിടയായി തീരട്ടെ. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ മേൽ കർത്താവ് പകർന്നു കൊടുക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. കൃപയോ
ദൈവകൃപയൊക്കെ ആനന്ദമായി. ഇനി വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വഴികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമേ